കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ പ്രയാസത്തിൽ. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പണം കണ്ടെത്താനുള്ള സഹായ സമിതിയുടെ ശ്രമം ഉദ്ദേശിച്ച രീതിയിൽ വിജയം കണ്ടില്ല. ഒരു ദിവസം മാത്രമാണ് ഇനി ശസ്ത്രക്രിയയ്ക്ക് ബാക്കിയുള്ളത്. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങി ഹർഷിന നരകയാതന അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഡോക്ടർമാരുടെ അനാസ്ഥയിൽ ശരീരവും സർക്കാരിന്റെ അനാസ്ഥയിൽ മനസ്സും മുറിപ്പെട്ട് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ഹർഷിന. അത്രയും വലിയൊരു ചികിത്സാപ്പിഴവ് വന്നിട്ടും അതിനൊരു ഞങ്ങള് അടുത്തുനിന്ന് വന്നു പോയിന്നോ അതിനൊരു എന്താ പറയുക ഞങ്ങളാണ് ചെയ്തത് എന്നുള്ള ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ മുമ്പത്തെ സർജറിയിലാവാം എവിടെ നിന്ന് കുടുങ്ങിയെന്ന് വ്യക്തതയില്ല. അങ്ങനെ നമ്മൾ വേദന അനുഭവിച്ച നമ്മളെ വീണ്ടും വീണ്ടും മാനസികമായിട്ടും തളർത്തിയ ഒരവസ്ഥയിലാണ്. ചെറിയ 3 കുട്ടികളെയും കൊണ്ട് ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഇനി അടുത്ത സർജറിക്ക് വേണ്ടി ഒരുങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഒരു എന്താ പറയുക സാമ്പത്തികമായിട്ടും നമുക്ക് താങ്ങാവുന്ന അതിൻ്റെ പരിധി വിട്ടിട്ടുണ്ട്. ശസ്ത്രക്രിയ നടന്ന ഭാഗത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടിയത് അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഇതിനായി പണം കണ്ടെത്താൻ സഹായ സമിതി രൂപീകരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്താൻ ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇത് ഉദ്ദേശിച്ച രീതിയിൽ ഫലം കണ്ടില്ല. ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളെ അവർ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ രോഗങ്ങളായി അവരുടെ ശരീരത്തിൽ അത് അനുഭവപ്പെടുകയാണ്. ഈ 21-ാം തീയതി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഒരു സർജറിക്ക് വീണ്ടും അവർ വിധേയമാവുകയാണ്. അവരുടെ ചികിത്സക്കും നിയമ പോരാട്ടത്തിനുമായി സമരസഹായ സമിതി ജനങ്ങളുടെ മുന്നിലേക്ക് ക്രൗഡ് ഫണ്ടിങ്ങിനായി കടന്നു വന്ന് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയാണ് ഹർഷിന നീതിക്കായുള്ള പോരാട്ടം തുടരുന്നത്. തുടർ ചികിത്സ ബുദ്ധിമുട്ടായതോടെയാണ് സഹായ സമിതി നല്ല മനസ്സുകളുടെ പിന്തുണ തേടിയത്. ശസ്ത്രക്രിയയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പണം കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഹർഷിനയും കുടുംബവും സഹായ സമിതിയും. ജനം, കോഴിക്കോട്.